ഒരാഴ്ചയായിട്ട് ഇവിടെ ഫുൾ പരിപാടിയായിരുന്നു. വീട് നിറയെ ആൾക്കാരായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ചേട്ടനല്ല, ഇവിടുത്തെ ഓണറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ വീട് നിറയെ ആൾക്കാരും ഫുൾ പാർട്ടി മൂഡ് പരിപാടിയായിരുന്നു. ഫുൾ വൈബായിരുന്നു. ഫുൾ എൻജോയിങ് ചില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് എല്ലാം ഒന്ന് ഒതുങ്ങി സെറ്റായി. ഇന്നാണ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സമയം ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. അപ്പം എന്ത് വീഡിയോ ഇടും എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയും. ഇപ്പോൾ കുറേ പേര് നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു കണ്ടന്റ് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് AUPR ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലോട്ട് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് പറയാൻ ഒരു കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞവരാണെങ്കിലും 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ പോലും നമ്മളെ ഇവിടേക്ക് ജർമ്മൻ ഫാമിലീസ് സ്പോൺസർഷിപ്പിലാണ് കൊണ്ടുവരുന്നത്. ഒരു ജോലിക്ക് അങ്ങനെയാണ് ഒരാളെ കൊണ്ടുവരുന്നത്. അതുപോലെ ഇവരുടെ റിസ്കിലാണ് ഇവർ നമ്മളെ സ്പോൺസർഷിപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അന്വേഷിക്കും. കാരണം നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഒരിക്കലും നമുക്കറിയില്ലാത്ത ആരെയും നമ്മുടെ വീട്ടിലോട്ട് കയറ്റുമോ? ഇല്ല, നമ്മൾ അത്രയ്ക്ക് അന്വേഷിക്കും. എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ആയിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന്. സോ അതുപോലെ തന്നെ ഇവർക്കും ഉണ്ടാവും. നമ്മൾ ഒരു വർഷം ഇവരുടെ കൂടെ, ഒരു വർഷം അല്ലെങ്കിൽ 6 മാസം ഇവരുടെ കൂടെ, ഇവരുടെ ഫാമിലി ആയിട്ട് ഇവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ട ആൾക്കാരാണ്. സോ അവർ അത്രമേൽ ശ്രദ്ധിക്കും. അപ്പോൾ ഒരിക്കലും ജസ്റ്റ് ഒന്ന് കാണും എടുക്കും, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും, ആ ഒരു മൈൻഡല്ല. നല്ല രീതിയിൽ ഇവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ അന്വേഷിക്കും. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കള്ളത്തിലുണ്ടെന്ന് മനസ്സിലായാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കാര്യവും ജെന്യൂനായിട്ട് തന്നെ പറയാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. ഒരിക്കലും ഒരു കള്ളത്തരം പറയരുത്. നിങ്ങൾ പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഈ ചെറിയ ചെറിയ കള്ളത്തരങ്ങളുണ്ടല്ലോ, അതൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക. ജെന്യൂനായിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, എങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ജർമ്മൻ ഫാമിലീസ് നമ്മളോട് ജർമ്മൻ അറിയാവുന്നവരും ഉണ്ട്, ഇംഗ്ലീഷ് അറിയാവുന്നവരും ഉണ്ട്. അപ്പോൾ ജർമ്മനും ഇംഗ്ലീഷും അറിയാവുന്നവരാണെങ്കിലും നമ്മൾ കൂടുതലും അവർക്ക് ഇംഗ്ലീഷും അറിയാം, അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. അങ്ങനെയല്ല, നമ്മൾ മാക്സിമം ജർമ്മനിൽ തന്നെ പറയാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ അങ്ങനെയാണ്. ഇവിടെ ഉള്ളവർ ഇപ്പോൾ 2 ലാംഗ്വേജ് അറിയാമെന്നും പറഞ്ഞിട്ട് മറ്റേ ലാംഗ്വേജിന് ഒരിക്കലും കൊടുക്കില്ല. നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അതുപോലെ തന്നെ ഇവിടെ ജർമ്മൻസ് കൂടുതൽ അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം അവരുടെ ലാംഗ്വേജിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ അവർ ജർമ്മനിൽ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഒരു തരത്തിലും നമുക്കത് മനസ്സിലായി, പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, നമുക്ക് ജർമ്മനിലൊരു ഉത്തരം പറയാൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം, നിങ്ങളത് ഇംഗ്ലീഷിൽ തന്നെ പറയാം. അപ്പോൾ അവരുടെ മൈൻഡിലുണ്ടാവും നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലായി, അപ്പോൾ അതുകൊണ്ടാണ് അവൾ കറക്റ്റായിട്ട് ജർമ്മൻ അല്ലെങ്കിൽ അവൻ കറക്റ്റായിട്ട് ജർമ്മനിൽ നമുക്ക് പറഞ്ഞു തന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ള് ഗ്രാമർ ബേസിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഗ്രാമർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിച്ചെടുത്ത് വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എൻ്റെ ഫാമിലീസിലുള്ളവരൊക്കെ അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ തലയിൽ ഫുൾ ഗ്രാമറാണ്, അത് വേണ്ട എന്നല്ല, അതൊരു സ്ഥലത്തോട്ട് മാറ്റിയേക്കുക. നീ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നീ നോർമലായിട്ട് നീ ഒന്നും നോക്കണ്ട, അങ്ങ് പറഞ്ഞു. എന്തായാലും തുടക്കത്തിലെ എല്ലാം ഒന്നും റെഡി ആവില്ല, ഇങ്ങനെയാണ് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നീ ഗ്രാമറിൽ പറയേണ്ട ഒരാവശ്യമില്ല, നീ നോർമലായിട്ട് തന്നെ പറയാം. പിന്നീട് ആ ഒരു ഫ്ലുവൻസിയിൽ നീ വരും. സോ അതുകൊണ്ട് നീ കൂളായിട്ട്, നീ പേടിക്കാതെ, നീ ധൈര്യത്തോടെ നിനക്ക് പറയാനുള്ളത് നീ പറയാം. ഒരിക്കലും ഗ്രാമർ നോക്കാതെ സംസാരിക്കുക എന്നാണ് ഇവിടെ ഉള്ളവർ ഫുൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിലുള്ളവർ മാത്രമല്ല, അല്ലാതെ. അപ്പോൾ ഞാൻ അതുപോലെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരാഴ്ച എനിക്ക് പാർട്ടിയും പരിപാടിയായി ഒത്തിരി ആൾക്കാർ വന്ന് സംസാരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വന്ന് നമ്മളെ എന്തോ മുൻകൂട്ടി പരിചയമുള്ളവർ വന്ന് ഹഗ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, നമുക്ക് കൈ തരുന്നു, അങ്ങനത്തെ കുറേ പരിപാടി. അപ്പോൾ നമ്മളോട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാമർ ബേസ് ചെയ്തിട്ടല്ല ഞാൻ സംസാരിച്ചത്. ചില കാര്യങ്ങൾ നമ്മൾ ഗ്രാമർ നമുക്ക് ചില കാര്യങ്ങൾ അറിയാലോ, അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും, ചില കാര്യങ്ങൾ ഗ്രാമർ ബേസ് ഒന്നും ഇല്ലാതെയാണ് സംസാരിച്ചത്. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഉത്തരം പറയുന്നത്. തിരിച്ചൊരു ആൻസർ അവർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളവരും ഗ്രാമർ അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ശ്രദ്ധിക്കില്ല, പക്ഷെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ഗ്രാമർ എല്ലാം ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വന്നത് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാമർ നോക്കാതെ നിങ്ങൾ അങ്ങ് പറയാം. നിങ്ങൾ പേടിക്കാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കാം. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, അവർക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയാം. ഓക്കെ, ഇങ്ങനെ ജർമ്മൻ ഗ്രാമർ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇവിടെ ജർമ്മൻസിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്,
ഇംഗ്ലീഷാണോ ജർമ്മനാണോ എളുപ്പം എന്ന് വെച്ചാൽ അവർ പറയും ഇംഗ്ലീഷാണ് എളുപ്പം, ഇംഗ്ലീഷാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് തെറ്റൊന്നുമില്ല, അയ്യോ അവരെന്ത് വിചാരിക്കും എന്നൊന്നും ഓർത്ത് ഒരിക്കലും നിൽക്കണ്ട, നല്ല രീതിയിൽ ജർമ്മൻ സംസാരിക്കാം. ഓക്കെ. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആണ്. എന്താണെങ്കിൽ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പലരുടെ ഒരു പ്രശ്നമാണ് കോൺഫിഡൻസ് കുറവ്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക. ഇപ്പം ഈ ഒരു ഫാമിലി പോയാൽ നമുക്ക് വേറൊരു ഫാമിലി വരും. സോ നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് കുറവ് കൊണ്ട് ഒരിക്കലും ഒരു ഫാമിലി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഓക്കെ, നമ്മൾ ഓക്കെയാണ്, നമ്മൾ എന്തിനും ഏതിനും റെഡിയാണ്, നമ്മുടെ മുഖത്ത് തന്നെ ആ ഒരു ഇത് വരും ഒരു കോൺഫിഡൻസ്. നമ്മൾ പേടിയില്ലാതെ അവരെന്ത് ചോദിച്ചാലും നല്ല രീതിയിൽ ഉത്തരം പറയുക എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ഒരു ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പേടിയില്ല, നമുക്ക് വായിൽ വരുന്ന പറയാം എന്ന് പറഞ്ഞാൽ തെറിയൊന്നും പറയരുത്. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എല്ലാം പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് കാണുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത്യാവശ്യം മുടിയൊക്കെ ചീവി നല്ല വെൽ ഡ്രസ്സൊക്കെ ധരിച്ച് അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ പുറത്തോട്ട് പോകണമെങ്കിൽ വേറെ ഡ്രസ്സ്, അകത്ത് വീട്ടിൽ കൂടെ ഇരുന്ന് വേറെ ഡ്രസ്സ്, അങ്ങനെയല്ല, നമ്മളെ പോലെയല്ല. ഇവിടെ ഉള്ളവർ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുക. അവർക്ക് ഇപ്പോൾ എങ്ങോട്ടേലും പോകണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ ബാഗ് എടുത്ത് അവർ പോകും. സോ അതുകൊണ്ട് തന്നെ അയ്യോ നമ്മളെ വീഡിയോ കോൾ ചെയ്യുന്നതല്ല, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നോർത്തിട്ട് ചുമ്മാ ചവറ് ഡ്രസ്സൊന്നും ഇട്ടിരിക്കരുത്. നല്ല ഡ്രസ്സ് ഇട്ട് അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയൊക്കെ നല്ല കെട്ടുക അല്ലെങ്കിൽ അഴിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇരിക്കുക. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇൻ്റർവ്യൂ ടൈമിൽ അവർ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഫാമിലീസും എല്ലാ ഇൻ്റർവ്യൂവിലും അവർ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. മിക്ക ഫാമിലീസ് അത് ചോദിക്കുള്ളൂ, ചില ഫാമിലീസ് ചോദിക്കില്ല. കാരണം നമ്മുടെ പ്രൊഫൈലൊക്കെ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. മിക്ക ഫാമിലീസും ചോദിക്കും, മിക്ക ഫാമിലീസും ചോദിക്കത്തില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ ഫാമിലീസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് AUPair ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ്. സോ നിങ്ങൾ അത് എപ്പോഴും പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക, സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമുണ്ട്. ചിലർ ഓക്കെ ഇപ്പോൾ ജർമ്മൻ കൾച്ചർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം, അല്ല ഒരിക്കലും നിങ്ങൾ പൈസ കണ്ടിട്ടാണ് വരുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത്. അതൊന്നും അവർക്ക് ഇവിടെ ഉള്ളവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കേസാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയും ഇപ്പോൾ ചിലർ കൂടുതൽ ആൾക്കാർ കുട്ടികളെ നോക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ജർമ്മൻ സ്റ്റഡീസൊക്കെ ഭയങ്കര ഇതാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടി എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ AUPair തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം, എനിക്ക് നേഴ്സിങ്ങോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എനിക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ളൊരു ജർമ്മൻ ലാംഗ്വേജ് വെച്ചത് എനിക്കത് പറ്റില്ല. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് നല്ലൊരു വേ ഇതാണ്. അത് മാത്രമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു, അത് മാത്രമല്ല എനിക്ക് കുട്ടികളെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ തൊട്ട് എൻ്റെ കസിൻസിൻ്റെ കുട്ടികളെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാരൊക്കെ ഞാനാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ പറയണം. ഒരിക്കലും നിങ്ങളുടെ ഒരു കാര്യം മാത്രമായിട്ട് പറയും. എപ്പോഴും നിങ്ങൾ കുട്ടികളെ പറ്റി മെൻഷൻ ചെയ്യുക, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും പൈസ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇതിന് വന്നാണെന്നൊന്നും പറയാതെ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തിനാണ് ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എന്തിനാണ് ജർമ്മനിയിലോട്ട് വരുന്നത് ചിന്തിക്കുക. എന്നിട്ട് അതിന് അവർ ചോദിക്കുമ്പോൾ അതിന് പറയാൻ മാത്രം ഒരു ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അപ്പം പറയാം, അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നവരെ കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ജെന്യുവനായിട്ട് തന്നെ ഈ ഒരു കാര്യവും ഉത്തരം ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നത് ജെന്യുവനായിട്ട് തന്നെ പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് കുട്ടികളെ നോക്കി എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, നിങ്ങളിവിടെ വന്നാൽ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുട്ടിയുമായിട്ട് സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ അവർ ചോദിക്കുന്ന മെയിനായിട്ട് കാര്യമാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടിയുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഗെയിം കളിക്കും അങ്ങനെ ഒരു രീതിയെ പറഞ്ഞേക്കല്ലേ. ഓക്കെ, ഗെയിം കളിക്കും, ഫോണിൽ പണിയും, കൊച്ചിൻ്റെ കൂടെ ഫോണിൽ കൂടും, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കും, അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ പറയരുത്.
നിങ്ങളെപ്പോഴും പറയാം ഓക്കെ ഞാൻ അവൻ്റെ പഠിത്തത്തിൽ ഞാൻ സഹായിക്കും, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കും. അവന് നമ്മൾ ആ കുട്ടീനെ പറ്റി മാക്സിമം ചോദിച്ചറിയാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ കയ്യിലൊരു ഉത്തരം ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ കുട്ടീനെ നോക്കാൻ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയാതെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടിയുടെ കൂടെ ഞാൻ ഗെയിം കളിക്കും, ചെസ്സ്, അങ്ങനെ എന്തായാലൊക്കെ നിങ്ങൾ പറയും. ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബുദ്ധി വികസിപ്പിക്കുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ചെസ്സ്. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പസിൽസ്. സോ അങ്ങനത്തെ ഗെയിമിൻ്റെയൊക്കെ കാര്യം പറയാം. അതുപോലെ തന്നെ കുട്ടീനെ ഞാൻ എപ്പോഴും ഹാപ്പി ആക്കി വെക്കും, കുട്ടീനെ ഞാൻ കംഫർട്ടബിൾ ആക്കി വെക്കും, അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളവർ ഫാമിലീസ് നമ്മളോട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് എനിക്കൊന്നും ചോദിക്കാനില്ലേ എന്നൊന്നും പറഞ്ഞേക്കല്ലേ. കാരണം നമുക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടാവുമല്ലോ, ഞങ്ങൾ അവിടെ വന്നിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുക, കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം, അവൻ്റെ ഫേവററ്റ് ഫുഡ് എന്താണ്, ഫേവററ്റ് ഗെയിംസ് എന്താണ്, അവൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യുക, അതെല്ലാം ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങ് ചോദിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരിക്കലും അയ്യോ ഇവിടെ എനിക്കൊരു ക്വസ്റ്റ്യനും ഇല്ല എന്ന് പറയുന്നതാണ് വലിയ കാര്യം എന്ന് ഓർത്തിരിക്കരുത്. ഇവിടെയുള്ളവർക്ക് നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, അതാണ് ഇവിടെയുള്ളവർക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഉണ്ടെന്ന് പറയാം. ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ഒന്നും ചോദിക്കുക ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഞാൻ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത് നമുക്ക് ചോദിച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വെക്കുക. ഓക്കെ, പിന്നെ അടുത്ത മെയിൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ടൈമിൽ മിക്കവരുടെ ഒരു പ്രശ്നമാണ് ഇൻ്റർനെറ്റ്. സോ നമുക്ക് തന്നെ കുറേ സമയം റീകണക്റ്റിംഗ് ഒക്കെ കാണിക്കും, നമുക്ക് തന്നെ ദേഷ്യം വരും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ടൈം എല്ലാവരും പറയുന്നുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. വൈഫൈ വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ മോഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കറണ്ടൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ അത്രയേ ഉള്ളൂ. സോ അവർക്ക് ചിലപ്പോൾ ശനി ഞായറാണ് ഇവിടെ ഉള്ളവർക്ക് ലീവ്, അതനുസരിച്ചായിരിക്കും അവർ വിളിക്കുന്നത്. അപ്പോൾ ആറ്റുനോറ്റ് വിളിക്കുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് പ്രശ്നം വരുമ്പോൾ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നമുക്കും ബുദ്ധിമുട്ടാണ്. സോ നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളിടത്ത് പോയിരിക്കുക. ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലേ, നിങ്ങൾ ഇപ്പോൾ വൈഫൈ ഒക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ ഈ മോഡത്തിൽ നിന്നല്ലാതെയോ നല്ല ഇൻ്റർനെറ്റ് ഉള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കൊണ്ടുവച്ച് ഫോണിൽ നിന്നായാലും കണക്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ വീഡിയോ കോൾ ചെയ്യണം. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഫോണിൽ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ ലാപ്ടോപ്പിലാണെങ്കിലും ഫോണിൽ അറ്റൻഡ് ചെയ്യാണെങ്കിലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആണ്, ആ ഒരു സമയത്ത് ഇൻ്റർനെറ്റ് പോയി എന്നാണെങ്കിൽ നിങ്ങൾ അവരോട് പറയാം ഇന്നതുപോലെ, ആദ്യം സോറി പറഞ്ഞിട്ട് പറയാം ഇന്നതുപോലെ ഞങ്ങൾക്ക് ഇവിടെ നെറ്റിന് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പോൾ അവർക്കത് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഒരു റീകണക്റ്റിങ്ങിൻ്റെ പ്രശ്നം വന്നാൽ നിങ്ങളത് പറയാം. പക്ഷെ മാക്സിമം അത് വരാതെ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും റീകണക്റ്റിംഗ് എന്ന് വരുമ്പോൾ നമുക്ക് തന്നെ പകുതി സ്വിച്ച് ഇട്ട് നിർത്തിയ പോലെ ഒരു സ്റ്റോപ്പ് വരും. പിന്നെ നമുക്ക് പറയാനായിട്ട് പിന്നെ നമുക്ക് എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം, പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മൾ കുറേ സമയം ഇരിക്കുന്നില്ല, ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറായിരിക്കും ഇൻ്റർവ്യൂ ടൈം. ആ ഒരു ടൈം വരെ നിങ്ങൾ നല്ലൊരു ഇൻ്റർനെറ്റ് സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുള്ളൂ. അതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എല്ലാത്തിനും ക്ലിയർ ആയിട്ടൊരു ആൻസർ പറയാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ മിണ്ടാതിരിക്കരുത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും. ഇപ്പോൾ അവർ ജർമ്മനിൽ ചോദിച്ചു, നമുക്കത് മനസ്സിലായില്ല, അപ്പോൾ പറയാം എനിക്കത് മനസ്സിലായില്ല, ഒന്ന് ഇംഗ്ലീഷിൽ പറയാവോ എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഇംഗ്ലീഷിൽ പറയും. സോ എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം ആൻസർ പറയാം, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, ബി പോസിറ്റീവ്, ആ ഒരു മൈൻഡിലിരിക്കുക. ഓക്കെ, ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ എനിക്ക് ഈ ഒരു ഫാമിലി കിട്ടും, ആ ഒരു മോഡലിൽ ഇരിക്കുക. പിന്നെ നന്നായിട്ട് നമ്മളും പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വേറൊരു മെയിൻ കാര്യമാണ്, ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത്. നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഫാമിലിയുടെ പ്രൊഫൈൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ പ്രൊഫൈൽ നല്ല രീതിയിൽ വായിച്ചു നോക്കുക. അവരുടെ പേര്, അവരുടെ സ്ഥലം, ഇതെല്ലാം നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കുക. ഒന്നും പറ്റില്ല, കുട്ടിയുടെ പേരെങ്കിലും പഠിച്ചിരിക്കുക. കുട്ടിയുടെ പേര് ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന അമ്മയുടെ അച്ഛൻ്റെ പേരൊക്കെ പഠിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഹലോ, ഇപ്പോൾ ഉദാഹരണം എൻ്റെ ഫാമിലിയിലെ പുള്ളിക്കാരിയുടെ പേരെന്ന് പറഞ്ഞാൽ യാന എന്നാണ്. അപ്പോൾ പറയാം ഹായ് യാന, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം, നമുക്കപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കിട്ടും. സോ നമ്മൾ അവരെപ്പറ്റി മാക്സിമം പഠിച്ചിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതും അവർക്ക് ഭയങ്കര ഇമ്പ്രഷൻ ആയിട്ടുള്ള കാര്യമാണ്.
ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഇൻ്റർവ്യൂവിൽ ചെയ്യേണ്ട പണികളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, ഇൻ്റർവ്യൂ അല്ല അവരുടെ പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പിന്നെയും നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ പണിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം മാക്സിമം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിളാണ്, പക്ഷെ സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ല താനും. ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇൻ്റർവ്യൂ ടൈമിൽ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് പോയി ചെയ്യാം. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ പോയി ഇന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫുൾ അങ്ങ് തീർന്നു പോകലല്ല. പിന്നെ ഫാമിലീസ് വരും. ഒന്ന് തെറ്റിയാലും ഒന്നും തെറ്റാതെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. സോ അതുപോലെ തന്നെ എല്ലാ വീഡിയോ ചെയ്യുന്നത് പോലെയും ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് സെറ്റായോ എന്ന് എനിക്കറിയില്ല. കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ശോകമായിരുന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ പരിപാടിയൊക്കെ വന്നു. ഇപ്പോഴും പനിയൊന്നും അങ്ങനെ മാറിയിട്ടില്ല. പിന്നെ ഒത്തിരി നാളുകൂടി ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, എന്താ പറയുക, എനിക്കും ഒരു എന്നാ പറയുക, ആദ്യം ചെയ്ത അത്ര എന്താണ് അതിൻ്റെ പേരെന്താണ് പറയുക, ആദ്യം ചെയ്ത അത്ര സ്ട്രോങ് ആയിട്ടല്ല എന്ന് ഈ ഒരു വീഡിയോ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എനിക്ക് കണ്ടിട്ട് തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എനിവേ ഇന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പോയി അടിച്ചു കയറി വാ എന്നൊക്കെ പറയുന്നത് പോലെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് കയറി അടിച്ചു കയറി ഇങ്ങോട്ട് പോരെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം, ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിലൊന്നും അധികം തിരക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അടുപ്പിച്ച് ചറവറ എന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.